നൂതന സാങ്കേതികവിദ്യയുമായി ശാസ്ത്രമേളയ്ക്ക് തിരശ്ശീല വീണു. നമസ്കാരം. നൂതന സാങ്കേതികവിദ്യയുമായി ശാസ്ത്രമേളയ്ക്ക് തിരശ്ശീല വീണു. കാസർഗോഡ് ചിറ്റാരിക്കൽ ഉപജില്ല സ്കൂൾ ശാസ്ത്രോത്സവം 2024 ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹിക ശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേള ഒക്ടോബർ 25-26 തീയതികളിൽ കൊമ്പളപ്പള്ളി ഹൈസ്കൂളിൽ SKGM AUP സ്കൂളിലും വച്ച് നടന്നു. ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം കിനാനൂർ കരുതൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രവി നിർവഹിച്ചു. ചിറ്റാരിക്കൽ ഉപജില്ല 64 സ്കൂളുകൾ പങ്കെടുത്ത മത്സരത്തിൽ 803 പോയിന്റോടെ ഓവറോൾ ട്രോഫി. HSS ചായോത്തും LP വിഭാഗം 160 പോയിന്റോടെ സെന്റ് തോമസ് LPS തോമപുരവും, UP വിഭാഗം 169 പോയിന്റോടെ തോമസ് HSS തോമപുരവും, HS 386 പോയിന്റോടെ സെന്റ് തോമസ് HSS തോമപുരവും, HSS GHSS കമ്പല്ലൂരും 259 പോയിന്റോടെ കരസ്ഥമാക്കി. മേളയുടെ ഉദ്ഘാടന ചടങ്ങിന് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു. KV രഞ്ജിത് കുമാർ, KV ബാബു, ഉമേശൻ വെള്ളൂര്, രത്നാകരൻ PP, സുബ്രഹ്മണ്യം VV, കുമ്പളപ്പള്ളി KHS മാനേജർ അഡ്വക്കേറ്റ് KK നാരായണൻ, SKGM UPS കുമ്പളപ്പള്ളി മാനേജർ K വിശ്വനാഥൻ, K രഞ്ജിമ, മാസ്റ്റർ ബെഞ്ചമിൻ ഷിജോ തുടങ്ങിയവർ ആശംസാ പ്രഭാഷണം നടത്തി. സമാപന സമ്മേളനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP ശാന്ത ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലകളിലും 1-2 സ്ഥാനം നേടിയ സ്കൂളുകൾക്ക് ട്രോഫിയും മൊമെന്റോയും നൽകി. ശാസ്ത്രമേളയ്ക്ക് മുൻകൈയെടുത്ത 2 സ്കൂളുകളെയും PTA, MPTയെയും നാട്ടുകാരെയും പ്രത്യേകം അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ.
ഞാൻ കരിമ്പിൽ ഹൈസ്കൂളിൻ്റെ മാനേജറാണ്. ഈ 2024 സബ് ജില്ലാ ശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള നടത്തിയത് SKGM AUP സ്കൂളിൻ്റെയും അതുപോലെ തന്നെ കരിമ്പിൽ ഹൈസ്കൂളിൻ്റെയും സംയുക്ത സഹായ സഹകരണത്തോടു കൂടിയാണ് 2 സ്കൂളിലായിട്ട് നടന്നത്. പക്ഷേ കൂട്ടായ PTA അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ സ്റ്റാഫ് അംഗങ്ങളുടെയും കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് 25-26 തീയതികളിൽ ഇത് വളരെ ഭംഗിയായി നടത്തപ്പെടാൻ സാധിച്ചത്. വളരെ തുച്ഛമായ ഒരു സംഖ്യ മാത്രമേ വിദ്യാഭ്യാസ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതിനുള്ളൂ. പക്ഷേ അതിൽ ഏകദേശം 6.5 ലക്ഷം രൂപയോളം ഇതിന് മൊത്തമായി ചിലവ് വന്നിട്ടുണ്ട്. ഈ തുക മുഴുവൻ 2 സ്കൂളിലെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ സ്റ്റാഫ് അംഗങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരുടെ പിരിവും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സംഖ്യ സമാഹരിച്ചിട്ടുള്ളത്. വന്ന കുട്ടികളിൽ സബ് ജില്ലയിൽ നിന്ന് വന്ന എല്ലാ സ്കൂളിലെ കുട്ടികൾക്കും നല്ല രീതിയിലുള്ള ഭക്ഷണം ഈ 2 ദിവസം പാകം ചെയ്ത് കൊടുക്കുകയും അവരെല്ലാം പൂർണ്ണ സംതൃപ്തിയോടുകൂടി അത് നല്ല രീതിയിൽ തന്നെ പര്യവസാനിപ്പിച്ച് മടങ്ങുകയും ചെയ്തു. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അത് ഇവിടെ ഏതെല്ലാം സബ് ജില്ലയുടെ പരിപാടികൾ ഇവിടെ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടോ അതെല്ലാം വൻ വിജയപ്രദമാക്കി തീർക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് കേവലം ഒരു വ്യക്തിയുടെ ഒരു കാര്യങ്ങളോ കൊണ്ടല്ല, മറിച്ച് അത് ഈ 2 സ്കൂളിൻ്റെയും സംയുക്തമായ ഒരു മേൽനോട്ടത്തിൽ 2 സ്കൂളുകളുടെയും PTA അതുപോലെ തന്നെ 2 സ്കൂളുകളിലെയും സ്റ്റാഫ് അംഗങ്ങൾ, 2 സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ 2 സ്കൂളിലെ കുട്ടികളുടെ എല്ലാവിധ രക്ഷിതാക്കന്മാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. PTA-ക്കാരാണ് ഈ ഭക്ഷണം പാകം ചെയ്ത് വിളമ്പുന്നതിൽ മുൻപന്തിയിൽ നിന്നത്. അപ്പോൾ അതൊക്കെ PTA തന്നെ ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾക്ക് പരമാവധി ചിലവ് കുറക്കുവാനും ഈ ഒരു തുകയിൽ ഇതിൻ്റെ ചിലവ് ഒതുക്കുവാനും സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ചിറ്റാരിക്കൽ ഉപജില്ലാ ശാസ്ത്രമേള നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂളിൽ. നാട്ടുകാരുടെയും സ്കൂൾ ടീച്ചേഴ്സിൻ്റെയും വിദ്യാർത്ഥികളുടെയും അകമഴിഞ്ഞ സഹകരണം ഈ മേളയ്ക്ക് ലഭിച്ചു. അത് കാരണമായിരിക്കണം വളരെ നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിച്ചു. വന്നു ചേർന്ന പാർട്ടിസിപ്പൻസിന് നമ്മൾ ഉണ്ടാക്കി നൽകിയ ആഹാരത്തിന് 2 സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന് ഇത് ഒരു നല്ല അവർ ചെയ്തു കൊടുത്ത സേവനങ്ങളും നാട്ടുകാർ നൽകിയ അകമഴിഞ്ഞ സഹകരണങ്ങളും സാമ്പത്തിക സഹായങ്ങളും എല്ലാം ഇതിന് നന്നായിട്ട് ഉപകരിച്ച് അത് വളരെ ഭംഗിയാക്കി നടത്താൻ സാധിച്ചു എന്നുള്ളതിൽ കൃതാർത്ഥനാണ്.
ഞാൻ കരിമ്പിൽ HSലെ MBT പ്രസിഡൻ്റാണ്. എൻ്റെ പേര് രഞ്ജിമ. നമ്മൾ 2 ദിവസത്തെ ശാസ്ത്രമേള അതിഗംഭീരമായി ആഘോഷിക്കാൻ പറ്റിയെന്നാണ് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ഫുഡ് സെക്ഷനായിരുന്നു. അതിൽ നല്ല രീതിക്ക് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അത് ഒരു പരാതിയും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഭക്ഷണം എല്ലാവരിലേക്കും എത്തിക്കാൻ നമുക്ക് സാധിച്ചു. എല്ലാ കമ്മിറ്റി അംഗങ്ങളും അതിൽ കയ്യും മെയ്യും മറന്ന് അതിലേക്ക് പങ്കുചേർന്നിരുന്നു. നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും പൊതിഞ്ഞു കൊടുത്തായാലും ബൊഫേ സെക്ഷൻ ആയാലും അതിൽ കൊടുക്കാൻ നല്ല രീതിക്ക് നമുക്ക് സാധിച്ചു. ഈ 2 ദിവസത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടിയിൽ എല്ലാ അമ്മമാരും മറ്റ് PT അംഗങ്ങളും രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ലാതെ 2 ദിവസം അതികഠിനമായി ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രവർത്തിച്ചു. അത് ഷിഫ്റ്റ് എന്ന രീതിയിൽ ആരും അങ്ങനെ കൊടുത്തിട്ടില്ല. എല്ലാവരും 2 ദിവസം അവരവർ ജോലി ചെയ്യുന്നവരായാലും ലീവെടുത്ത് വന്ന് നല്ല രീതിയിൽ ഇവിടെ 2 ദിവസം അതികഠിനമായി നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഇതിന് എല്ലാ PT അംഗങ്ങൾക്കും നമ്മളെ കമ്മിറ്റിയിൽ നിന്നല്ലാതെ മറ്റ് പുറത്തുനിന്നായ കുറേ അമ്മമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇതിന് സ്കൂൾ അധ്യാപകർ പ്രധാനമായും ഫുഡ് കമ്മിറ്റിയിൽ അനീഷ് മാഷ് ഉണ്ടായിരുന്നു. മാഷിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ബൈജു ഏട്ടൻ ഓരോരാളെ പേരെടുത്ത് പറയാനില്ല. എല്ലാവരും നല്ല രീതിയിൽ ഇതിൽ കഠിനമായി പ്രവർത്തിച്ച് നല്ല രീതിയിൽ നമ്മളെ ഈ ശാസ്ത്രമേള അതിഗംഭീരമായി ആഘോഷിക്കാൻ നമ്മൾക്ക് സാധിച്ചു. നമസ്കാരം. നമ്മുടെ 2 ദിവസമായി നടന്ന ശാസ്ത്ര, സാങ്കേതിക, ഗണിത, സാമൂഹ്യ ശാസ്ത്രമേളയുടെ പര്യവസാനം കണ്ടു. നല്ല രീതിയിൽ നമുക്ക് ഈ മേള നടത്താൻ സാധിച്ചു. അതിൽ എൻ്റെ കർത്തവ്യമായ ഭക്ഷണം നൽകുന്നതിലേക്ക് ഞങ്ങളുടെ കമ്മിറ്റിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ 2 സ്കൂളിൻ്റെയും PTA, MPTA അതുപോലെ ബാക്കി കമ്മിറ്റികളുടെ സഹകരണത്തോടുകൂടി 2 നാൾ കുഞ്ഞുമക്കൾക്കും ടീച്ചേഴ്സിനും രക്ഷിതാക്കൾക്കും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്ക് ഈ കമ്മിറ്റിക്കുണ്ട്. ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. പോയിന്റ് റിപ്പോർട്ട് തരും. ആ UP-ൻ്റെ ആദ്യമായിട്ട് ചായ കൊണ്ട് പോയത്.
1 വേണം സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ 1, 2, 3 എത്തിയാണ്. 2024-25 വർഷത്തെ ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേള ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. 2500-500ഓളം കുട്ടികൾ ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ തങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കുന്നു. ഈ മേള വളരെ ഭംഗിയായിട്ട് നടന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ്. കാരണം ഇന്നലെയും ഇന്നുമായിട്ട് തന്നെ ഏറ്റവും കുട്ടികൾക്ക്, കാരണം സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ കൂടി അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ വൈകുന്നേരം ഏകദേശം 5 മണിയോടുകൂടി തന്നെ നമ്മൾ പരിപാടികൾ അവസാനിക്കുകയുണ്ടായി. ഇന്നും അത് തന്നെയാണ്. 4 മണിയോടുകൂടി തന്നെ പരിപാടി അവസാനിച്ചു. ഇനി അവസാനത്തെ ഒരു മിനുക്ക് പണി മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. വന്നിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും തങ്ങൾ പങ്കെടുത്തിരിക്കുന്ന പരിപാടിയും അതുപോലെ സ്കൂളിനെ കുറിച്ചും നല്ല അഭിപ്രായം മാത്രമാണ് പുറത്ത് പറയാനുള്ളത്. അതുതന്നെ ഈ പരിപാടിയുടെ വിജയമായി കണക്കാക്കിയാണ് ഇവിടെയിലെ PTA-യും അതുപോലെ അധ്യാപകരും കുട്ടികളും തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ കുറച്ച് ദിവസമായി തങ്ങളുടെ മേഖല ഇതിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തനത്തിൻ്റെ ഫലവും കൂടിയാണ് നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇവിടെയുള്ള പരിപാടി അവസാനിപ്പിക്കാൻ കഴിയുന്നത്. മറ്റ് ആക്ഷേപങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് നമ്മളെ പരിപാടി നടത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു അപ്പീൽ പോലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വിശേഷം. അങ്ങനെ എല്ലാം കൊണ്ടും തന്നെ നമ്മുടെ ഈ മേള ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ നടത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഒരു വിദ്യാഭ്യാസ ഓഫീസർ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട് നമുക്കറിയാം, ഈ കരിമ്പൽ ഹൈസ്കൂളും അതുപോലെ തന്നെ തൊട്ടടുത്ത ഈ UP സ്കൂളും SKGM UP സ്കൂളിലും എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും എല്ലാം ചേർന്നുകൊണ്ട് 2-3 ദിവസങ്ങളിലായി 4000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തുള്ള ഈ പരിപാടി 2-3 മത്സരങ്ങളിലായി നടത്തുന്ന കുട്ടികളുടെ കഴിവുകൾ പരമാവധി അവരുടെ ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അധ്യാപകർ തിരഞ്ഞെടുത്തു കൊണ്ടുവന്നിട്ടുള്ള കുട്ടികളുടെ കഴിവുകൾ എത്രത്തോളം നമുക്കത് വിജയപ്രദമാക്കി കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമുക്കതിൻ്റെ ഇന്ന് പ്രഖ്യാപനത്തോടുകൂടി കാണാൻ വേണ്ടി കഴിയും. ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ മാർക്കും സമ്മാനങ്ങളും വാങ്ങിയിട്ടുള്ള കുട്ടികളെ അവർക്ക് ഇന്ന് ഇവിടെ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ആ രീതിയിൽ അവരെ ഏറ്റവും നല്ല രീതിയിൽ ഉയർന്ന തലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോഴും അതേപോലെ ഒരു വ്യക്തിപരമായ കഴിവുകൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. മേളയുടെ ജനറൽ കൺവീനർ എന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം മേള എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ഏറ്റവും നന്നായി നടത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷം തോന്നിക്കുന്ന കാര്യമാണ്. 34 വർഷം സർവീസ് പൂർത്തിയാക്കി എനിക്ക് പിന്നെ 3 പ്രവൃത്തി മേളകൾ ഈ സ്കൂളിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ പ്രവൃത്തി പരിചയ മേള കൂടിയാണ്. അടുത്ത ഈ അധ്യയന വർഷം ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും സന്തോഷം തോന്നുന്നില്ല. 2024-25 അക്കാദമിക വർഷത്തിലെ ചിറ്റാരിക്കൽ ഉപജില്ല ശാസ്ത്രമേള കുമ്പളപ്പള്ളി കരിമ്പൽ സ്കൂളിലും SKGM AP സ്കൂളിലുമായിട്ട് വിജയകരമായി സമാപിച്ചിരിക്കുകയാണ്. ഈ മേളയുടെ വിജയമെന്ന് പറയുന്നത് കഴിഞ്ഞ 1 മാസമായി ഈ 2 സ്കൂളിലെയും അധ്യാപകരും രക്ഷിതാക്കളും അഹോരാത്രം പണിപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ ഈ മേളയിൽ പങ്കെടുത്ത 2500ഓളം കുട്ടികൾക്കും അവരെ അനുഗമിച്ച അധ്യാപകർക്കും അവരുടെ രക്ഷിതാക്കൾക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മേള വൻ വിജയമാക്കുന്നതിന് ഇവിടുത്തെ കുട്ടികളും അവരുടേതായ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അവർ ഈ സ്കൂളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ഒരു യാതൊരു ഫ്രിക്ഷനുമില്ലാതെ എല്ലാവരും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ മേള ഇത്രയും വിജയകരമാക്കാൻ കഴിഞ്ഞത്. ഈ മേളയിൽ സഹകരിച്ച ഒരുപാട് നാട്ടുകാരുണ്ട്. സാമ്പത്തികമായും അതുപോലെ തന്നെ അധ്വാനം കൊണ്ടുമൊക്കെ സഹായിച്ച എല്ലാ ആൾക്കാരെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. മേളയുടെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവമാക്കി തന്നെ നമുക്ക് ഈ മേളയെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഈ മേള ആദ്യം ഏറ്റെടുക്കുമ്പോൾ ചെറിയ ആശങ്കകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയും മറ്റും കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ നാട്ടുകാരും അധ്യാപകരും അതുപോലെ തന്നെ 2 സ്കൂളിൻ്റെ മാനേജർമാരും
ഇരു സ്കൂളിലെ PTA-ക്കാരും എല്ലാവരും ഒന്നിനോടൊന്നും തോളോട് ചേർന്ന് ഒരുമിച്ച് നിന്നപ്പോൾ വളരെ നല്ലൊരു അസൂയയോടുകൂടി തന്നെ നാട്ടുകാർ കാണുന്ന രീതിയിലേക്ക് നമുക്ക് ഈ പരിപാടി നടത്താൻ സാധിച്ചു. മാത്രമല്ല എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ നല്ല ആതിഥ്യ മര്യാദയോടുകൂടി സ്വീകരിക്കാനും അവർക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാനും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഈ പരിപാടി ഏറ്റെടുക്കുമ്പോൾ തന്നെ നമുക്കുണ്ടായ ഒരു ആഗ്രഹം നമ്മുടെ സ്കൂളിനകത്ത് കഴിഞ്ഞ 34 വർഷത്തോളമായി ജോലി ചെയ്യുന്ന ജോലി മാഷിൻ്റെ അവസാന വർഷമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ എന്നൊന്നും ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയായി നമുക്കിത് മാറ്റാമെന്നൊരു ആഗ്രഹം നമ്മുടെ വീട്ടിലേക്കുണ്ടായിരുന്നു. ആ രീതിയിൽ പരിപാടി മാറ്റി തീർക്കാൻ സാധിച്ചതിന് വളരെയേറെ സന്തോഷമുണ്ട്. സ്നേഹമുള്ളവരെ, സ്കൂളിൽ കിനാനൂർ കരുത്തളം പഞ്ചായത്തിൽ SKGM UP സ്കൂളിൽ MBK പ്രസിഡൻ്റായിട്ട് മദർ പ്രസിഡൻ്റായിട്ട് 2 വർഷമായി ഞാൻ ജോയിൻ ചെയ്തിട്ട് 2 വർഷമായതിനെ തുടർന്ന് നമ്മൾക്ക് സ്കൂളിൻ്റെ വികസനം എങ്ങനെയെന്നാണെന്നും നല്ല വ്യക്തിത്വം വരുത്തുകയും കൂടുതൽ ആൾക്കാരെ പ്രേരിപ്പിച്ചുകൊണ്ട് നല്ലൊരു പേരെടുക്കുകയും ചെയ്ത സ്കൂളാണ് നമ്മുടെ SKGM UP സ്കൂൾ. അതിനോടനുബന്ധിച്ച് നമ്മൾ വാർഷികത്തിന് നല്ലൊരു വികസനം കണ്ടെന്ന നിലയിലും ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ശാസ്ത്രമേള നടന്നത് ആവോളം പുകഴ്ത്താനും ഏറെ ഒരു പ്രശസ്തമായ ഒരു പരിപാടിയായിരുന്നു. PTA പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മൾ കട്ടയ്ക്ക് നിന്നൊരു പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ട് മുൻകൂർ കൈയെടുത്തിട്ട് ഇത് ചെയ്യാനുള്ളൊരു ഉറച്ച വിശ്വാസത്തോടെയാണ് നമ്മളിത് പ്രേരിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ആ പ്രേരണയെ തുടർന്ന് നമ്മുടെ ഈ പരിപാടി വൻ വിജയത്തിലേക്ക് എത്തിച്ചു. എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. 7 വർഷങ്ങൾക്ക് മുമ്പ് 2014 നമ്മുടെ സ്കൂളുണ്ട്. അതുപോലെ തന്നെ കരിമ്പൂർ സ്കൂളും SKGM സ്കൂൾ സംയുക്തമായി ഏറ്റെടുത്ത പ്രവൃത്തി പരിപാടി വീണ്ടും നമ്മുടെ മലയാള ഗ്രാമത്തിലേക്ക് വന്നതിന് നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. 2 സ്കൂളും കൈമയും മറന്ന് ഒരേ മാസത്തോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി മലയാളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റ് സ്കൂളുകളെ സംബന്ധിച്ചതിനേക്കാൾ നമ്മൾ 2 സ്കൂളിലും നമുക്ക് ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും